ജപമാല നൊവേനയെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ജപമാല നൊവേന എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി. അമ്മ നമ്മളെ എത്രമാത്രം അനുഗ്രഹിക്കും, നമ്മളെ സഹായിക്കും എന്നുള്ള ഒറ്റയൊരു തെളിവാണ് ഈ ജപമാല നൊവേന ഞാൻ ചൊല്ലിയതോടെ. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം അതെ, ജൂൺ 1 തുടങ്ങി ജൂലൈ 24 തീർത്തു. 54 ദിവസം നൊവേന ജപമാല ചൊല്ലുക. ഈ ജപമാല ചൊല്ലുന്നതിൽ 1-ാം ദിവസം സന്തോഷം, 2-ാം ദിവസം ദുഃഖം, 3-ാം ദിവസം മഹിമ, വീണ്ടും സന്തോഷം, ദുഃഖം, മഹിമ. ഈ ജപമാല പരിശുദ്ധ അമ്മ നേരിട്ടൊരു വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ ഒരു ഇതാണ്, പോംവഴിയാണ്. ആ വിശുദ്ധയ്ക്ക് വേണ്ടി വിശുദ്ധ ആഗ്രഹിച്ച കാര്യങ്ങൾ നിനക്ക് സാധിക്കേണ്ട കാര്യത്തിന് വേണ്ടി നീ ഈ നൊവേന ചൊല്ലുക എന്ന് പറഞ്ഞ അമ്മ നേരിട്ട് പറഞ്ഞു കൊടുത്ത ഇതാണ് ജപമാല നൊവേന. 54 ദിവസമാണ്. അതിൽ 27 ദിവസം 1-ാം ദിവസം സന്തോഷം, 2 ദുഃഖം, 3 മഹിമ. അതിപ്പം ചില ദിവസങ്ങളിൽ ഇപ്പോൾ വെള്ളിയാഴ്ചകളിൽ സന്തോഷമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഡേറ്റ് അനുസരിച്ച് നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ വെള്ളിയാഴ്ച ദുഃഖത്തിൻ്റെ അല്ലേ, പിന്നെ ശനി മഹിമയല്ലേ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ആ ഓർഡർ അനുസരിച്ച് 1-ാം ദിവസം, ഇപ്പോൾ 1-ാം തീയതി വെള്ളിയാഴ്ചയാണ് പോലും സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലുക. അങ്ങനെ ജപമാല ചൊല്ലി 27 ദിവസം നിങ്ങൾ ജപമാല ചൊല്ലിയതിന് ശേഷം പറയണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇന്നതാണ്, ഇന്ന ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടി എന്നും പറഞ്ഞ് നൊവേന ചൊല്ലുക. നൊവേന എന്ന് പറയുന്നത് ജപമാലയാണ് ചൊല്ലുന്നത്, മുടക്കാതെ അടുപ്പിച്ച് ഒരു ദിവസം പോലും മുടക്കാതെ കൊണ്ട് ചൊല്ലുക. അതേസമയം ഏതോ 1-2 ദിവസം മുടങ്ങിപ്പോയാൽ അതും കൂടി കൂട്ടി പിന്നത്തെ ദിവസം ഒന്നിച്ചങ്ങ് ചൊല്ലി തീർക്കുക. അങ്ങനെ ഒരു ദിവസം എനിക്ക് മുടക്ക് സംഭവിച്ചു, എന്നാലും എൻ്റെ കാര്യം അമ്മ നടത്തി തന്നു. അതുകൊണ്ട് ജപമാല നൊവേന ആദ്യത്തെ 27 ദിവസം കാര്യങ്ങൾ എന്താണോ നിങ്ങൾക്ക് സാധിക്കേണ്ടത് അത് ചോദിച്ചുകൊണ്ട് നൊവേന ജപമാല ചൊല്ലുക. സാധാരണ നമ്മൾ എങ്ങനെയാണ് കൊന്ത ചൊല്ലുന്നത് അതുപോലെ കൊന്ത ചൊല്ലുക. കൊന്തയ്ക്ക് ശേഷം അമ്മ എനിക്ക് ഈ കാര്യമാണ് സാധിക്കേണ്ടത് എന്നും പറഞ്ഞ് ജപമാല ചൊല്ലിത്തീർക്കുക. അതിനുശേഷം 27 ദിവസം കഴിഞ്ഞ് 28-ാം ദിവസം തൊട്ട് അതൊരു കൃതജ്ഞതയുടെ ഇതാക്കി മാറ്റണം. നിങ്ങൾക്ക് 1-ാം ദിവസം ചൊല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ മിക്കപ്പോഴും എനിക്ക് 2-ാം ദിവസം തന്നെ എൻ്റെ കാര്യം സാധിച്ചു കിട്ടി. അതുകൊണ്ട് എനിക്ക് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ചൊല്ലാൻ പറ്റി. ഇത് ചില സമയത്ത് കാര്യം ആ ദിവസങ്ങൾ ആദ്യത്തെ പാർട്ടിലേക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ നൊവേന കഴിയുമ്പോഴത്തേക്കും അത് കിട്ടും. അപ്പം കിട്ടി എന്ന് പൂർണ്ണമായി മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് 28-ാം തീയതി തൊട്ട് കൃതജ്ഞതാ സ്തോത്രത്തോടുകൂടി കൃതജ്ഞത പറഞ്ഞുകൊണ്ട് അമ്മയോട് ഞാൻ യാചിച്ച കാര്യം അമ്മയുടെ മാധ്യസ്ഥത്താൽ എനിക്ക് നിറവേറി കിട്ടി, അമ്മയ്ക്കോട് ഒത്തിരി നന്ദിയുള്ളവനാണ് എന്ന് പറഞ്ഞ് ഓരോ ദിവസവും കൊന്ത ചൊല്ലി അത് നന്ദി സൂചകമായിട്ട് സമർപ്പിക്കുന്നു. ഇതിനാണ് ജപമാല നൊവേന എന്ന് പറയുന്നത്.